ഏപ്രിൽ മാസത്തെ PSC ബുള്ളറ്റിൻ. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. സരസ്വതി സമ്മാൻ 15 ലക്ഷം രൂപയാണ്. 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക് രൗദ്രസാത്വികം. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആണ് പരാജയപ്പെടുത്തിയത്. മുംബൈ ഇന്ത്യൻസാണ് ആദ്യ സീസണിൽ കിരീടം നേടിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്രിയയ്ക്ക് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്രിയയ്ക്ക്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം M മുകുന്ദനും PN പണിക്കർ പുരസ്കാരം ഇയ്യങ്കോട് ശ്രീധരനും. അപ്പോൾ IV ദാസ് പുരസ്കാരം M മുകുന്ദനും PN പണിക്കർ പുരസ്കാരം ഇയ്യങ്കോട് ശ്രീധരനും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചകകല മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. പോയിൻ്റ് നീമോയിൽ എത്തുന്നത് ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നാഫിസ്. ഇത് ചോദിച്ചിട്ടുണ്ട്, നാഫിസ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ട റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലൻഡ് 1ാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. എത്ര രാജ്യങ്ങളുണ്ട് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. 143 രാജ്യങ്ങളിൽ 126ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അന്താരാഷ്ട്ര നാണയനിധിയുടെ അതായത് IMFൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് സൗത്ത് സുഡാൻ, ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ നിയമിതനായി. ദേശീയ അന്വേഷണ ഏജൻസി NIA അതിൻ്റെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെയും നിയമിച്ചു. അപ്പോൾ NIAയുടെ ഡയറക്ടർ ജനറലായി സദാനന്ദ് വസന്ത് ദത്തെ. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകരുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണ രാംദാസ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ N രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. കഥാകൃത്ത്, നോവലിസ്റ്റ്,
കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവുമായ TN പ്രകാശ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ ആയിരുന്നു അന്ത്യം. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആയി ജുഡിത്ത് സുമിൻവ ടുലൂഗ അധികാരമേറ്റു. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75ാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു. അപ്പം നാറ്റോയിൽ ആകെ 32 അംഗരാജ്യങ്ങളുണ്ട്. 75 വർഷം തികയ്ക്കുന്നു. ഓക്കെ, ബ്രസൽസാണ് അതിൻ്റെ ആസ്ഥാനം. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽകിസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽകിസ് മിർ. പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറായി ഷെഫാലി ബി ശരൺ നിയമിതയായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് 1ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബസോസ് 2-3 സ്ഥാനങ്ങളിൽ. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ലോകത്തിൽ പറയുമ്പോൾ ഡെവിനാണ് AI എഞ്ചിനീയർ. ഇന്ത്യയിലെ ദേവിക. ഇന്ത്യൻ വംശജനായ പവൻ ധവലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി. പവൻ ധവലൂരി മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയായി. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കിൾ തലഗ്രൻഡിന്. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കിൾ തലഗ്രൻഡിന്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക. ദോസ്തി 16. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും. ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ശ്രീലങ്ക വേദിയാകും. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. ഉറുഗ്വായിലെ കൊളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു. കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 2013 ഭൗതികശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. ഇത്രയുമാണ് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ്.